നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളത്തിന്റെ കാത്തിരിപ്പ് അവസാനിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതി ഇന്നറിയാം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം. ആദ്യം തലക്കെട്ടുകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇന്ന്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം വൈകിട്ട് 4-ന്. പ്രഖ്യാപനം കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും. വോട്ടെണ്ണൽ മെയ് ആദ്യവാരമെന്ന സൂചന. നാളെ രാഷ്ട്രീയ കക്ഷികളുടെ യോഗം. CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിട്ടോടെ. കോൺഗ്രസിന്റെ ആദ്യഘട്ട പട്ടികയും BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നാളെ. ഗൾഫിലെ CBSE 12ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി. വീണ്ടും പരീക്ഷ നടത്തില്ല. പരീക്ഷാഫലം സംബന്ധിച്ച തീരുമാനം പിന്നീട്. ഇന്ത്യയുടെ LPG ടാങ്കർ കപ്പലുകളായ നന്ദാദേവിയും ശിവാലിക്കും അന്താരാഷ്ട്ര സമുദ്ര പരിധിയിൽ പ്രവേശിച്ചു. കപ്പലുകളിലുള്ളത് 46,000 മെട്രിക് ടണ്ണിലധികം ദ്രവീകൃത പെട്രോളിയം വാതകം. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ അവസാന മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ തീരുമാനങ്ങൾ. വാഹനപിഴയിൽ 50% ഇളവ്. ഏപ്രിൽ 30-ന് മുൻപ് അടയ്ക്കണം. 1857 പുതിയ അധ്യാപക തസ്തികകൾ. 60 വയസ്സ് കഴിഞ്ഞ് 10,000 കർഷകർക്ക് കൂടി 2,000 രൂപ പെൻഷൻ. വയനാട് ഉരുൾപൊട്ടൽ ബാധിച്ച 13 കുടുംബങ്ങൾക്ക് കൂടി വീട് നൽകാൻ തീരുമാനം. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി അയോധ്യയിലേക്ക് യാത്ര. പ്രത്യേകം സജ്ജീകരിച്ച ട്രെയിനിൽ. വ്യാഴാഴ്ച ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മ സാക്ഷിയാകും. സന്ദർശനം. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചു. കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. മോഷണം പോയത് 2 കോടിയുടെ സ്വർണ്ണാഭരണങ്ങൾ. പോലീസിൽ പരാതി നൽകി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി. മോഷണം പോയത് വജ്രങ്ങളും സ്വർണ്ണ നാണയവുമടക്കം തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങൾ. കേസെടുത്ത് പേരൂർക്കട പോലീസ്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് മക്കളോടൊപ്പം യാത്ര തിരിക്കുന്ന സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. സ്റ്റേഷനിൽ കാത്തുനിന്ന ഭക്തരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് അമ്മ ട്രെയിനിലേക്ക് പ്രവേശിച്ചത്. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനൊപ്പം ഈ മാസം 19-ന് രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ടാണ് അമ്മയുടെ യാത്ര. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും അമ്മയെ അനുഗമിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി അജയ് നാഥ് ചേരുകയാണ്. അജയ്, അമ്മയുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആദരവാണ് ഈ ലഭിക്കുന്നത്. അമ്മയെ ശ്രീരാമക്ഷേത്രത്തിൽ, അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും ഒപ്പം അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം ദിവ്യ സാന്നിധ്യമായി അമ്മയും ഉണ്ടാകുമെന്ന സൂചന. കായംകുളത്തു നിന്നും യാത്ര തിരിക്കുന്നു. ട്രെയിൻ എപ്പോഴാണ് യാത്ര തിരിക്കുക? മറ്റു വിവരങ്ങൾ. അല്പം നിമിഷം മുൻപാണ് അമ്മ എത്തി ട്രെയിൻ ഇവിടുന്ന് യാത്ര തിരിച്ചിട്ടുള്ളത്. പുണ്യ യാത്ര കൂടിയാണ്, ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ വേണ്ടി പോകുന്നൊരു യാത്ര കൂടിയാണ്. എന്തായാലും ട്രെയിൻ ഇവിടുന്ന് അല്പം മുമ്പാണ് ട്രെയിൻ യാത്ര ആരംഭിച്ചത്. പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ട്രെയിനാണ്. അമ്മയ്ക്ക് വേണ്ടി രാവിലെ മുതൽ തന്നെ വലിയ ഒരു ജനാവലി തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഭക്തജനങ്ങൾ കാത്തു നിൽക്കുമായിരുന്നു അമ്മയെ ഒരു നോക്ക് കാണുവാൻ, ആ അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ. നിരവധിയായിട്ടുള്ള ഭക്തർ കൊടും ചൂടിനെ അവഗണിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അമ്മ എത്തി, അമ്മയ്ക്ക് സ്വീകരണം നൽകിയിട്ടുണ്ട്. ആ സ്വീകരണം ഏറ്റുവാങ്ങി അമ്മ ട്രെയിനിനുള്ളിൽ പ്രവേശിച്ചു. അതിനുശേഷം ട്രെയിൻ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അത് ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ വേണ്ടി പോകുന്ന ഒരു പുണ്യയാത്ര കൂടിയാണ്. 1200ഓളം തൻ്റെ മക്കൾക്കൊപ്പം അമ്മ യാത്ര തിരിച്ചിരിക്കുന്നു. അതും പുണ്യഭൂമിയായ അയോധ്യയിലേക്ക് അമ്മ യാത്ര തിരിക്കുന്നു. ഏറ്റവും പുണ്യപരമായിട്ടുള്ള ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ രാഷ്ട്രപതിയോടൊപ്പം അമ്മ ആ ചടങ്ങിൽ പങ്കെടുക്കും. അത് ഭക്തരെ സംബന്ധിച്ച്, അമ്മയുടെ മക്കളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ പല ആളുകളുടെ പ്രതികരണം ഉൾപ്പെടെ എടുക്കുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലായത് അതുതന്നെയാണ്. ഇപ്പോഴും ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്നു. അവർ അമ്മയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഇവിടെ നിന്നിരുന്നു. അല്പം മുമ്പാണ് അമ്മ ആ ചരിത്രപരമായ യാത്രയ്ക്ക് തുടക്കമായത്. അല്പം മുമ്പാണ് ആ ട്രെയിൻ ഇവിടുന്ന് യാത്ര തിരിച്ചത്. എന്തായാലും വലിയ സജ്ജീകരണങ്ങളാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിരുന്നത്. സുരക്ഷാ ക്രമീകരണം ഉൾപ്പെടെ വലിയൊരു തയ്യാറെടുപ്പായിരുന്നു ഇതിൻ്റെ ഭാഗം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇപ്പോൾ അമ്മ മക്കളെ കണ്ട് മക്കൾക്കൊപ്പം ഒരു പുണ്യയാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു.
മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ മുതൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്, ഭക്തരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ യാത്രയ്ക്ക് ഒപ്പമുള്ള ആളുകളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ റെയിൽവേ സ്റ്റേഷനുള്ളിൽ നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ അമ്മയെ ഒരു നോക്ക് കാണുവാനായി ഇവിടെ തടിച്ചുകൂടിയിരുന്നു. ഒരു വലിയൊരു യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അമ്മയെ ഒരു നോക്ക് കാണുവാൻ, ആ അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്തായാലും ചരിത്രപരമായ യാത്ര തുടക്കം കുറിച്ചിരിക്കുകയാണ്. അല്പം മുമ്പാണ് അമ്മ ആ പുണ്യയാത്രയ്ക്ക് ഈ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും യാത്ര ആരംഭിച്ചത്. ഏറ്റവും വലിയ ഒരു ആദരവായി കേന്ദ്ര സർക്കാർ നൽകുന്ന ഏറ്റവും വലിയൊരു ആദരവായി തന്നെ നമ്മളിതിനെ കാണേണ്ടിയിരിക്കുന്നു. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് ശിഷ്യരോടും ഒപ്പം ആശ്രമ അന്തേവാസികളോടുമൊപ്പം 1200ഓളം വരുന്ന അന്തേവാസികളോടുമൊപ്പം അമ്മ യാത്ര തിരിച്ചിരിക്കുന്നു. കായംകുളത്ത് നിന്നാണ് യാത്ര തിരിച്ചത്. 17-ാം തീയതി അയോധ്യയിൽ എത്തും. 18, 19 തീയതികളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോടൊപ്പം അമ്മയും രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകളിൽ പങ്കെടുക്കും. ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതും അനുബന്ധമായ പൂജകൾ ാണ് അമ്മ രാഷ്ട്രപതിയോടൊപ്പം സാക്ഷിയാകുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുകയായിരുന്നു അജയ്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിക്കും. വൈകിട്ട് 4 മണിക്കാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം. കേരളത്തിൽ വിഷുവിന് ശേഷം ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ആലോചന. കേരളം കൂടാതെ തമിഴ്നാട്, പുതുച്ചേരി, ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ്. ഡൽഹിയിൽ വിഗ്യാൻ ഭവനിൽ വൈകിട്ട് 4 മണിക്ക് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. സുരക്ഷാവലോകനം ഉൾപ്പെടെ പ്രഖ്യാപനത്തിന് മുൻപായുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇതിനോടകം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശനം നടത്തി ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ഒറ്റത്തവണയായി വോട്ടെടുപ്പ് നടത്താനാണ് സാധ്യത. കേരളത്തിൽ വിഷുവിന് ശേഷമാകും വോട്ടെടുപ്പ്. മെയ് 5-ന് മുൻപ് വോട്ടെണ്ണൽ ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തിയാക്കാനാണ് തീരുമാനം. 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും വോട്ടർ പട്ടികയിലെ പരിഷ്കരണ നടപടികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ കേരളത്തിൽ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാൻ മുന്നണികൾ. LDFിലെ മുഴുവൻ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും അന്തിമ തീരുമാനമായിട്ടുണ്ട്. CPM-നൊപ്പം ഘടകകക്ഷികളും സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. CPI-യും അവരുടെ സ്ഥാനാർത്ഥികളെ ഇന്ന് തന്നെ പ്രഖ്യാപിക്കും. അതേസമയം കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക നാളെയായിരിക്കും പുറത്തിറക്കുക. BJP-യുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവും തൊട്ടു പിന്നാലെയുണ്ടാകും. A ക്ലാസ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയായിരിക്കും BJP ആദ്യം പ്രഖ്യാപിക്കുക. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 3-ാം വട്ടവും അധികാരത്തിലെത്തുമെന്ന പ്രചാരണമാണ് LDF ക്യാമ്പ് നടത്തുന്നത്. അതേസമയം അധികാരം തിരിച്ചുപിടിക്കാമെന്ന ഉറച്ച പ്രതീക്ഷയുമായിട്ടാണ് UDF പ്രചാരണത്തിന് ഇറങ്ങുന്നത്. സംസ്ഥാനത്ത് വികസനത്തോടെ മാറ്റം വേണമെന്ന മുദ്രാവാക്യമാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി RJDയുടെ നിർണായക സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തൃശൂരിൽ ചേർന്നു. സംസ്ഥാന പ്രസിഡന്റ് ശ്രേയാംസ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുന്നണി മാറ്റമാണ് പ്രധാന അജണ്ട. നിലവിൽ മത്സരിക്കുന്ന വടകര, കൽപ്പറ്റ, കൂത്തുപറമ്പ് സീറ്റുകൾക്ക് പുറമെ കോവളം, ചാലക്കുടി, എലത്തൂർ സീറ്റുകൾ അധികമായി വേണമെന്നാണ് RJDയുടെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി LDFിൽ നിരന്തരം ആവശ്യം ഉന്നയിച്ചിട്ടും അവഗണന തുടരുന്നതിൽ കടുത്ത അതൃപ്തിയിലാണ് പാർട്ടിയിലെ ഭൂരിഭാഗവും. LDFിന് നേതൃത്വത്തിന് കത്ത് നൽകിയെങ്കിലും ചർച്ചയ്ക്ക് വിളിക്കുകയോ മറുപടി നൽകുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് സെക്രട്ടേറിയറ്റ് യോഗം ചേരാൻ പാർട്ടി തീരുമാനിച്ചത്. മുന്നണി മാറ്റം പ്രധാന അജണ്ടയാകുന്ന യോഗത്തിനു ശേഷം സംസ്ഥാന കമ്മിറ്റി കൂടി വിളിച്ചു ചേർത്താകും പാർട്ടി വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുക. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ UDF സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു തർക്കവുമില്ല. ലീഗുമായുള്ള ചർച്ച ഇന്ന് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നുകൊണ്ടാണ് എല്ലാവരും വൈകിച്ചത്, എല്ലാ പാർട്ടികളും വൈകിച്ചത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ആരും തയ്യാറായില്ലല്ലോ. പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ അതനുസരിച്ചുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം അതനുസരിച്ച് ഉടൻ തന്നെ പല ഘട്ടങ്ങളായിട്ട് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാവും. അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം ഒറ്റ ഇരിപ്പിന് തീരുന്ന കാര്യങ്ങൾ മാത്രം. എല്ലാം ഫൈനൽ അന്തിമ ഘട്ടത്തിലാണ്. ഞങ്ങൾ പിന്നെ അത് യാത്രയായിരുന്നു, താല്പര്യം കാണിക്കുന്നത് ഇലക്ഷൻ വരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതൊക്കെ ഉണ്ടാവും, എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവും. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയല്ലോ, അതിനെ തുടർച്ചയായിട്ട് നമ്മൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രഖ്യാപനങ്ങളാണ്. ഒരു തർക്കമില്ല സീറ്റുമായിട്ട്.
തീയതി പ്രഖ്യാപിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇനി ജനങ്ങളുടെ പണം ഉപയോഗിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരസ്യം കാണേണ്ടതില്ലല്ലോ എന്നും രമേശ് ചെന്നിത്തല. UDF-ൽ സീറ്റ് നിർണയത്തിൽ തർക്കങ്ങളില്ല, എല്ലാം സന്തോഷകരമായി അവസാനിക്കും. UDF അധികാരത്തിൽ വരുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഞങ്ങൾ UDF കോൺഗ്രസ് സെറ്റാണ് ഇലക്ഷനെ നേരിടാൻ. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ ഏത് സമയത്തും നേരിടാൻ തയ്യാറാണ്. എന്നാൽ ഇന്നേലും പ്രഖ്യാപിച്ച സന്തോഷമുണ്ട്. ഈ പരസ്യം കാണണ്ടല്ലോ. ഇനി സർക്കാർ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ട് വൈറ്റ് വാഷ് അടിക്കുന്ന, മുഖ്യമന്ത്രിയുടെ മുഖം വൈറ്റ് വാഷ് അടിക്കുന്ന പരിപാടിയും നിർത്തി കിട്ടും. സെറ്റ് എപ്പോൾ റെഡിയാണ്, എല്ലാം റെഡിയാണ്, ഒരു പ്രശ്നമില്ല, എല്ലാം റെഡിയാണ്. പോസ്റ്റൊക്കെ അതിലൊക്കെ കണ്ണൂരിലെ കേസ് ആണെങ്കിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെന്ന് പറയുന്നത്, അപ്പോൾ അതിൽ ഹൈക്കമാൻഡ് ആണോ? അതേപോലെ നാളെ സംസാരിച്ചാൽ എല്ലാം തീർക്കും, ഒരു പ്രശ്നമില്ല. പ്രശ്നം കഴിഞ്ഞു ഞാൻ പറഞ്ഞു, ഞങ്ങൾ UDF സെറ്റാണ്, കോൺഗ്രസ് സെറ്റാണ്, ജനങ്ങൾ സെറ്റാണ്. ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോവാണ്. അതേസമയം അമ്പലപ്പുഴയിൽ നയം വ്യക്തമാക്കാതെ KC വേണുഗോപാൽ MP. UDF-ന് സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. എല്ലാ കാര്യവും മാധ്യമങ്ങളോട് പറയാനാകില്ല. സ്ഥാനാർത്ഥി പട്ടിക അന്തിമഘട്ടത്തിലാണ്. പ്രധാനമന്ത്രിയുടെ ടൂർ കഴിഞ്ഞപ്പോൾ തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉറപ്പിച്ചിരുന്നു. മൂന്നാമത് പിണറായി സർക്കാർ എന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നും KC വേണുഗോപാൽ പറഞ്ഞു. അത് രാജ്യം അറിയാമായിരുന്നല്ലോ. ഇന്നലെ നമ്മളെ പ്രധാനമന്ത്രിയുടെ ടൂർ അവസാനിച്ചു, ഇന്ന് പ്രഖ്യാപിക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അങ്ങനെയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് ഇതിപ്പോൾ ഇന്നത്തെ ഈ തിരഞ്ഞെടുപ്പ് മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ അറിയാം. തിരഞ്ഞെടുപ്പുകളുടെ തീയതി അറിയാൻ ഇപ്പോൾ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇലക്ഷൻ ടൂർ അവസാനിക്കുന്നത് പ്രഖ്യാപനമായിട്ട്. അത് കഴിഞ്ഞാൽ എപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും ഇലക്ഷൻ പ്രഖ്യാപിക്കാം. ഇന്നലെ അത് കഴിഞ്ഞു. ബംഗാളിലും ആസാമിലും ഇന്ന് പ്രഖ്യാപനം. സമ്പൂർണ്ണ സജ്ജം. നേരത്തെ പ്രഖ്യാപിക്കുന്നതാണ് ഞങ്ങൾ ധരിച്ചത്. അതനുസരിച്ച് ഞങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ഇതിൽ നീട്ടി കൊണ്ടുപോകുന്നതുകൊണ്ടാണ് കുറേ. കണ്ണൂർ സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വങ്ങൾക്കിടെ പൊതുവേദിയിൽ വൈകാരിക പ്രതികരണവുമായി K. സുധാകരൻ. എല്ലാം പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞ സുധാകരൻ പക്ഷേ നാളെ ഡൽഹിയിൽ പോകുമോ എന്നതിൽ പ്രതികരിച്ചില്ല. സുധാകരന്റെ സന്തത സഹചാരിയായിരുന്ന കാപ്പാടൻ രമേശിന്റെ വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിനിടെയായിരുന്നു സുധാകരന്റെ പ്രതികരണം. താൻ ജീവനോടെ ഇരിക്കുന്നത് കാപ്പാടന്റെ കാവൽ കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉണ്ട് എന്നതിൽ ഞാൻ ചാരിതാർത്ഥ്യമുള്ളവനാണ്. വാക്കുകൾ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. കാപ്പാടൻ രമേശന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വിതുമ്പുന്ന ഒരു മനസ്സുമായി ഞാൻ ഇരിക്കുമ്പോൾ ഏറെ സംസാരിക്കാൻ സാധിക്കില്ല. എനിക്ക് ഒരുപാട് ഓർമ്മിക്കാനുണ്ട്. രക്ഷപ്പെട്ടയിടത്ത് രക്ഷപ്പെടുത്തിയ പ്രവർത്തകന്മാരുടെ കഴിവുകൾ വാക്കുകൾ കൊണ്ട്, വിവരങ്ങൾ കൊണ്ട്, ദൗത്യം കൊണ്ട് സംരക്ഷിച്ച കുറെ പ്രവർത്തകന്മാരുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം എന്റെ ജീവൻ രക്ഷിക്കപ്പെട്ട ഒരുപാട് ഘടകങ്ങളാണ്. ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞുവെന്ന സന്തോഷത്തോടെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മുൻകാലങ്ങളെക്കാൾ 10 മടങ്ങ് വിജയം ഇത്തവണ ഇടുക്കിയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. നല്ല പ്രതീക്ഷകളാണ്. ഇത്രയും സന്തോഷത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അവസരം എനിക്ക് ഇടുക്കിയിൽ ലഭിച്ചിട്ടില്ല. ഒട്ടേറെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം പൂർണ്ണമാക്കാൻ കഴിയാത്ത അന്തരീക്ഷത്തിൽ ജനസഹകരണം തേടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെയും നേരിടേണ്ടി വന്നത്. എന്നാൽ ഭൂരിപക്ഷ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനീ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തേക്ക് പാർട്ടിയുടെ നിർദ്ദേശാനുസരണവും മുന്നണിയുടെ നിർദ്ദേശാനുസരണവും ഇറങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒട്ടേറെ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി സർക്കാരിന്റെ അവസാനത്തെ മന്ത്രിസഭായോഗം. വാഹനപ്പിഴയിൽ 50% ഇളവ് ഏർപ്പെടുത്തി. 1857 പുതിയ അധ്യാപക തസ്തികകൾക്ക് അംഗീകാരം നൽകി. 60 വയസ്സ് കഴിഞ്ഞ 10,000 കർഷകർക്ക് കൂടി 2,000 രൂപ പെൻഷൻ നൽകും. മുതലപ്പുഴയിൽ മണൽ മൂടിയതിനെ തുടർന്ന് തൊഴിൽ നഷ്ടമായ മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായം നൽകും. വയനാട് ഉരുൾപൊട്ടൽ ബാധിച്ച 13 കുടുംബങ്ങൾക്ക് കൂടി വീട് വെച്ച് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു.
2024 ഡിസംബർ 31 വരെയുള്ള എല്ലാ ട്രാഫിക് നിയമലംഘനങ്ങൾക്കും ചുമത്തിയിട്ടുള്ള പിഴയിൽ 50% ഇളവ് അനുവദിക്കാൻ ആംനസ്റ്റി സ്കീം പുറപ്പെടുവിക്കുന്നതിന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഈ ചെല്ലാനുകൾക്ക് പിഴത്തുകയുടെ 50% ഇളവ് പ്രഖ്യാപിക്കണമെന്ന ഗതാഗത കമ്മീഷണറുടെ ശുപാർശ അംഗീകരിച്ചാണ് തീരുമാനം. നിയമലംഘനങ്ങൾക്ക് ചുമത്തിയിട്ടുള്ള പിഴ മാർച്ച് 31 മുൻപ് അടച്ചു തീർക്കുമെന്ന വ്യവസ്ഥയിലാണ് ഇളവ് അനുവദിക്കുക. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1857 അധ്യാപക അധിക തസ്തികകൾ അനുവദിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിച്ച ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് തീരുമാനം. ഇതനുസരിച്ച് സർക്കാർ സ്കൂളുകളിൽ 655 അധിക തസ്തികകളും എയ്ഡഡ് സ്കൂളുകളിൽ 1202 അധിക തസ്തികകളുമാണ് സൃഷ്ടിക്കുന്നത്. 2025 ഒക്ടോബർ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് അനുവദിച്ചിട്ടുള്ളത്. മുതലപ്പുഴയിൽ മണൽ മൂടിയത് കാരണം മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നഷ്ടപരിഹാരം നൽകും. 2433 മത്സ്യത്തൊഴിലാളികൾക്ക് 91 ദിവസത്തെ തൊഴിൽ നഷ്ടത്തിനാണ് നഷ്ടപരിഹാരം നൽകുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ബാധിച്ച പുഞ്ചിരിമട്ടം, ഏറാട്ടുകുണ്ട് വില്ലേജ് റോഡ് ഉന്നതികളിലെ 13 കുടുംബങ്ങൾക്ക് വയനാട് ടൗൺഷിപ്പ് പ്രോജക്ട് മാതൃകയിൽ വീടുകൾ നിർമ്മിച്ചു നൽകും. 2021 ശേഷം 60 വയസ്സ് തികഞ്ഞ 10,115 കർഷകർക്ക് കൂടി 2000 രൂപ പെൻഷൻ അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച 4 പേരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 7 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കും. പരിക്കേറ്റയാളുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ മോഷണം. അലമാരയിൽ സൂക്ഷിച്ച 2 കോടി രൂപ മൂല്യമുള്ള ആഭരണങ്ങൾ നഷ്ടമായി. പേരൂർക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കവടിയാർ കൊട്ടാരത്തിലെ മുതിർന്ന അംഗമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിയാണ് മോഷണം നടന്നതായി പേരൂർക്കട പോലീസിൽ പരാതി നൽകിയത്. 2025 നവംബറിൽ ബംഗളൂരുവിൽ പോകുന്നതിന് മുൻപായി അലമാര തുറന്നപ്പോഴാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി കണ്ടത്. കൊട്ടാരത്തിൽ പരിശോധന നടത്തിയിട്ടും കണ്ടെത്താത്തതിനെ തുടർന്നാണ് ഒടുവിൽ പോലീസിൽ പരാതി നൽകിയത്. ആഭരണങ്ങൾ നഷ്ടപ്പെടുന്നതിന് 10 ദിവസം മുൻപും ഇവ പുറത്തെടുത്ത് നോക്കിയിരുന്നു. രത്നക്കല്ലുകൾ ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇരുമ്പുപെട്ടിയിലാണ് സൂക്ഷിച്ചിരുന്നത്. 8 ലക്ഷം രൂപ വില വരുന്ന പച്ചക്കല്ല് പതിച്ച നാഗപട കമ്മലും മാലയും പതക്കവും, 3 പവന്റെ പിച്ചിപ്പൂമൊട്ട് ഡിസൈനിലുള്ള സ്വർണ്ണപാദസരം, 4 പവൻ വരുന്ന വീതിയുള്ള ഇല ഡിസൈനോടുകൂടിയ 2 വളകൾ, 5 പവന്റെ സ്വർണ്ണക്കുഴി മിന്നുമാല, 6 പവൻ വരുന്ന റൂബി കല്ലുകളും ഡയമണ്ടുകളും പതിച്ച വീതിയുള്ള 2 വള, 1 പവൻ വീതം തൂക്കം വരുന്ന 5 കുതിരപ്പവൻ നാണയങ്ങൾ തുടങ്ങിയ ആഭരണങ്ങളാണ് നഷ്ടമായത്. 2 കോടിയോളം രൂപ വില വരുന്നതാണ് ആഭരണങ്ങൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഗൾഫ് രാജ്യങ്ങളിൽ നടക്കേണ്ട CBSE പരീക്ഷകൾ റദ്ദാക്കി. നിലവിലെ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. UAE, ഖത്തർ, ഒമാൻ, സൗദി അറേബ്യ, ബഹ്റിൻ, കുവൈറ്റ്, ഇറാൻ എന്നീ രാജ്യങ്ങളിൽ മാർച്ച് 16 മുതൽ ഏപ്രിൽ 10 വരെ നടക്കേണ്ട CBSE 10ാം ക്ലാസ് പരീക്ഷകളാണ് റദ്ദാക്കിയത്. പരീക്ഷാ ഫലം സംബന്ധിച്ച് പിന്നീട് തീരുമാനമെടുക്കുമെന്ന് CBSE അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ ഹോർമൂസ് കടലിടുക്ക് കടന്ന 2 LPG ടാങ്കർ കപ്പലുകൾ ഇന്ത്യൻ തീരത്തേക്ക് എത്തുന്നു. 46,000 മെട്രിക് ടണ്ണിലധികം LPG വഹിക്കുന്ന നന്ദാദേവി, ശിവാലിക് എന്നീ കപ്പലുകളാണ് വിജയകരമായ ഹോർമൂസ് കടലിടുക്ക് പിന്നിട്ട് അന്താരാഷ്ട്ര സമുദ്രപരിധിയിൽ പ്രവേശിച്ചതായി സർക്കാർ അറിയിച്ചത്. ഇന്ത്യൻ നാവികസേനയുടെ സുരക്ഷയിൽ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ ശിവാലിക് നാളെയും നന്ദാദേവി മറ്റന്നാളും ഗുജറാത്ത് തീരത്ത് എത്തും. ഇന്ത്യയിലേക്കുള്ള 22 കപ്പലുകൾ നിലവിൽ ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ സുരക്ഷിതമായ ചരക്ക് നീക്കത്തിന് അവസരമുണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇറാനുമായി ഉടൻ കരാറില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണ കൈപ്പറ്റുന്നവർ യുദ്ധത്തിന് സഹായിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. മൊജ്തബ ഖമനി ജീവിച്ചിരിപ്പില്ലെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ വിലക്ക് അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രമെന്ന ഇറാന്റെ നിലപാട് നിർണായകമാണ്. ഇറാഖിലെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പൗരന്മാരോട് രാജ്യം വിടണമെന്ന് ബാഗ്ദാദിലെ US എംബസി ആവശ്യപ്പെട്ടു. ഇറാനിലെ ഇസ്ഫഹാനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടു. NBCക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇറാനുമായി യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത വിദൂരമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ആണവ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളിൽ ഇറാൻ പിന്തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യമെന്നും ട്രംപ് വ്യക്തമാക്കി.
അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ എത്തുന്ന എണ്ണ കൈപ്പറ്റുന്ന UK അടക്കമുള്ള സഖ്യരാജ്യങ്ങൾ കടലിടുക്ക് പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്കൊപ്പം യുദ്ധത്തിൽ പങ്കാളികളാകണമെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ആവശ്യപ്പെട്ടു. ഇതിനിടെ ഇന്ധന പ്രതിസന്ധി ആഗോളതലത്തിൽ തന്നെ രൂക്ഷമായി തുടരവേ നിർണായക നിലപാടുമായി ഇറാനും രംഗത്തെത്തി. ഹോർമൂസ് കടലിടുക്കിൽ വിലക്ക് അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി വ്യക്തമാക്കി. അമേരിക്കയുടെ ആസ്തികളും സൈനിക ബേസുകളും മാത്രമാണ് ഇറാൻ ലക്ഷ്യം വെക്കുന്നതെന്നും നിർഭാഗ്യവശാൽ അവ ഇറാന്റെ അയൽരാജ്യങ്ങളിലാണെന്നും അറക്ചി കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാറായിട്ടില്ല എന്നാണ് NBCക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത്. ഖാർഗ് ദ്വീപിൽ ഇനിയും ആക്രമണം നടത്തുമെന്നും ട്രംപ് ആവർത്തിച്ചു. ഇറാഖിലെ US പൗരന്മാരോട് ഉടൻ രാജ്യം വിടണമെന്ന് ബാഗ്ദാദിലെ US എംബസി ആവശ്യപ്പെട്ടു. എംബസിക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണമുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുജ്തബ ഖാംനെയി ജീവിച്ചിരിപ്പില്ലെന്നും ട്രംപ് NBCക്ക് നൽകിയ അഭിമുഖത്തിൽ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യയിൽ US ബേസ് ക്യാമ്പുകൾ ലക്ഷ്യമാക്കി ഇറാന്റെ ആക്രമണം തുടരുകയാണ്. UAEയിലെ ഫുജൈറ തുറമുഖത്ത് ഡ്രോൺ ആക്രമണത്തിലുണ്ടായ തീപിടുത്തം ഇനിയും അണഞ്ഞിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. അലുവ അതുൽ കൊലക്കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായി. മുണ്ടക്കയത്തുനിന്ന് 4 പ്രതികളെ അതിസാഹസികമായിട്ടാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേസിലാകെ 8 പ്രതികളാണ് ഉള്ളത്. കൊലയ്ക്ക് ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇന്ന് പ്രതികളെ കരുനാഗപ്പള്ളിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഓച്ചിറ, കരുനാഗപ്പള്ളി സംഘങ്ങൾ തമ്മിൽ വർഷങ്ങളായി തുടരുന്ന രൂക്ഷമായ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിഷ്ണു, കുലശേഖരപുരം സ്വദേശികളായ ഹുസൈൻ, മുഹമ്മദ് ആഷിഖ്, നൌഫൽ എന്നിവരാണ് മുണ്ടക്കയത്ത് നിന്ന് പിടിയിലായത്. കൊലപാതകത്തിന് ശേഷം കാറിൽ കൊല്ലത്ത് നിന്ന് രക്ഷപ്പെട്ട 4-അംഗ സംഘം വിവിധ സ്ഥലങ്ങൾ ചുറ്റിത്തിരിഞ്ഞ ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ശ്രമം. ഇതിനിടയിൽ പ്രതികളെ രഹസ്യമായി പിന്തുടർന്ന പോലീസ് കാഞ്ഞിരപ്പള്ളി എരുമേലി റൂട്ടിലെ 26-ാം മൈൽ ഭാഗത്ത് വാഹനം തടയാൻ ശ്രമിച്ചെങ്കിലും പിടികൂടാനായില്ല. തുടർന്ന് വാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതികളെ പോലീസ് നാട്ടുകാരുടെ സഹായത്തോടെ പിടികൂടുകയായിരുന്നു. ഇതോടെ കേസിലെ 8 പ്രതികളും പോലീസിന്റെ പിടിയിലായി. 4 പേർ ആദ്യം പിടിയിലായിരുന്നു. ഇതിൽ 2 പേർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരായിരുന്നു. തഴവ സ്വദേശി നൌഫൽ, ചവറ തെക്കുംഭാഗം സ്വദേശി ഷിനു പീറ്റർ എന്നിവരാണ് ആദ്യം പിടിയിലായത്. ഇവരിൽ നിന്നും ലഭിച്ച ചില നിർണായക വിവരങ്ങളിലൂടെയാണ് മറ്റു പ്രതികളെയും പിടികൂടിയത്. ഇതോടെ കേസിലെ 8 പ്രതികളും പിടിയിലായതായി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഈ പറഞ്ഞ സംഭവത്തിൽ ഉണ്ടായിരുന്ന മെയിൻ അക്യൂസ്ഡ് ആയില്ല 2 പേരെ നമ്മൾ പിടിച്ചു. പ്ലസ് കോ അക്യൂസ്ഡ് ആയിട്ടുള്ള 3 പേരെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവരെ പിടിക്കാൻ എല്ലാവിധ ടീമുകളും ഇപ്പോൾ ഫീൽഡിലാണ്. കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ജിം സന്തോഷ് വധക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ 1-ാം പ്രതി അലുവ അതുലിനെ കാർ തടഞ്ഞു നിർത്തി ഒരു സംഘം അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അതുലിനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുപ്രതി മനുവിനും കൈക്ക് വെട്ടേറ്റിരുന്നു. ഗുണ്ടാ സംഘങ്ങളുടെ കുടിപ്പകയാണ് സംഭവത്തിന് പിന്നിലെന്നാണ് വിവരം. ജിം സന്തോഷ് കൊലപാതകം നടന്ന് 1 വർഷം തികയാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് കേസിലെ 1-ാം പ്രതി അലുവ അതുലിനെ ഗുണ്ടാ സംഘം കൊലപ്പെടുത്തിയത്. സന്തോഷ് വധക്കേസിൽ ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിൽ ഒപ്പിട്ട് മടങ്ങവെയാണ് പുതിയകാവിന് സമീപം ആക്രമണം നടന്നത്. കേസിൽ ഇനിയും പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അമൃത ന്യൂസ്, കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവപ്രാതിനിധ്യം ഉണ്ടാകുമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ശിഹാബ് തങ്ങൾ. ഏറ്റവും നല്ല പട്ടികയാണ് പുറത്തുവരിക. പല മാനദണ്ഡങ്ങളും പരിഗണിച്ചാണ് ടേം വ്യവസ്ഥ നടപ്പിലാക്കുക എന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. പ്രാതിനിധ്യം എപ്പോഴും കിട്ടാറുണ്ട്. ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് പാർട്ടി തീരുമാനിക്കും. അത് പ്രഖ്യാപിച്ച ശേഷം അറിയുള്ളൂ നമുക്ക് എത്ര ഉണ്ട് എന്നുള്ളത്. പക്ഷേ യുവജന പ്രാതിനിധ്യം തീർച്ചയായും ഉണ്ടാവും. എത്രയുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇല്ല, ഏറ്റവും നല്ല ലിസ്റ്റായിരിക്കും. നമ്മൾ വിന്നബിൾ പോസിബിലിറ്റി നോക്കും. എല്ലാ ആസ്പെക്റ്റും നോക്കിക്കൊണ്ട് ഏറ്റവും നല്ലൊരു സ്ഥാനാർത്ഥി പട്ടിക ആയിരിക്കും. ജനസംഖ്യ ആധാരമാക്കി ജില്ലകളുടെ പുനർവിഭജനം നടത്തണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. സർക്കാർ ഒരു പഠനം നടത്തി അത് നടപ്പിലാക്കണമെന്നും ഫിറോസ് കോഴിക്കോട് ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ല മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ പോപ്പുലേഷൻ കൂടുതലുള്ള പല ജില്ലകളുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ല, മലപ്പുറം ജില്ല പോലെ തന്നെ പോപ്പുലേഷൻ കൂടുതലുള്ളൊരു ജില്ലയാണ്. അപ്പോൾ പത്തനംതിട്ട പോപ്പുലേഷൻ കുറവുള്ളൊരു ജില്ലയാണ്. അപ്പോൾ ഒരു ജില്ലയ്ക്കൊരു ഫണ്ട് അനുവദിക്കുമ്പോൾ പോപ്പുലേഷൻ കുറഞ്ഞ ജില്ലക്കും പോപ്പുലേഷൻ കൂടിയ ജില്ലക്കും ഒരേ രീതിയിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. അപ്പോൾ അത് പിന്നെ ആളോഹരി എടുക്കുമ്പോൾ അതിനകത്ത് വലിയ വിവേചനം കാണാൻ സാധിക്കും.
തിരഞ്ഞെടുപ്പിൽ നിന്ന് വീണ ജോർജ് പിന്മാറണമെന്ന ഭർത്താവിന്റെ അഭിപ്രായം കുട്ടികളുടെ കാര്യമോർത്ത് പറഞ്ഞതാണെന്ന് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം. ഇനിയും ആ നിലപാടിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല. നിലവിൽ വീണ ജോർജിനോടും ജനീഷ് കുമാറിനോടും വോട്ട് ചോദിക്കാൻ പ്രാരംഭമായി പാർട്ടി പറഞ്ഞിട്ടുണ്ട് എന്നും പ്രഖ്യാപനം വന്നാൽ സ്ഥാനാർത്ഥികളുടെ തകർപ്പൻ റോഡ് ഷോ നടത്തുമെന്നും രാജു എബ്രഹാം പറഞ്ഞു. പത്മകുമാർ വിഷയത്തിൽ നടപടി പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ വിശദീകരണ നോട്ടീസ് നൽകി മറുപടി കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം പറയുന്നതനുസരിച്ചായിരിക്കും നടപടിയെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. BCC വാർഷിക പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. ന്യൂഡൽഹിയിൽ വെച്ചാണ് നമൻ 2026 എന്ന പേരിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് മുൻ താരങ്ങളായ റോജർ ബിന്നി, രാഹുൽ ദ്രാവിഡ്, മിതാലി രാജ് എന്നിവർക്ക് BCCIയുടെ ആജീവനാന്ത പുരസ്കാരം നൽകുന്നുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിലെ പരമോന്നത ബഹുമതിയായ കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡാണ് റോജർ ബിന്നിക്കും രാഹുൽ ദ്രാവിഡിനും നൽകുന്നത്. വനിതാ ക്രിക്കറ്റിലെ വളർച്ചയ്ക്ക് നൽകിയ അസാധാരണ സംഭാവനകളാണ് മിതാലി രാജിനെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. റിപ്പോർട്ടറുടെ ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.